ഗൈസ്, ഇനി ഐ ലീഗിൽ 4 മാച്ച് വീക്സ് കൂടിയാണ് അവശേഷിക്കുന്നത്. അതായത് ഓരോ ടീമിനും 4 മത്സരങ്ങൾ അവശേഷിക്കുന്ന സമയത്ത് സ്റ്റിൽ ആ ഒരു കോമ്പറ്റീഷന് യാതൊരു വിധത്തിലുള്ളൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും 3 ടീമുകൾക്ക് ശക്തമായിട്ടുള്ള ഐ ലീഗ് വിൻ ചെയ്ത് ISLലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ഓൾസോ 4ാമത് നിൽക്കുന്ന ഗോകുലം കേരള FC-ക്കും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത്. മറ്റ് ടീമുകൾക്കും സാധ്യതയില്ല എന്നല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ റെലഗേഷൻ ബാറ്റിൽ കിടക്കുന്ന താഴത്തെ 3-4 ടീമുകൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞാൽ ഈ ആദ്യത്തെ 3 ടീമുകൾക്കും പിന്നീട് ഗോകുലം കേരള FC-ക്കുമാണ് ഒരു സാധ്യതയുള്ളതെന്നുള്ളതാണ്. നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചർച്ചിൽ ബ്രദേഴ്സാണ്. അവർ തിരിച്ചെത്തി, അവർക്ക് പോയിന്റ്സ് ഡ്രോപ്പൊക്കെ ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു. എങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ തിരിച്ച് 1ാം സ്ഥാനത്തേക്ക് കയറാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 34 പോയിൻ്റാണ് ചർച്ചിൽ ബ്രദേഴ്സിന് നിലവിലുള്ളത് 18 മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പം. എന്നാൽ ഇന്റർകാഷിക്കും 34 പോയിന്റ് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. GDയുടെ വ്യത്യാസത്തിലാണ് ചർച്ചിൽ മുന്നിൽ നിൽക്കുന്നത്. 32 പോയിന്റാണ് റിയൽ കാശ്മീരിനുള്ളത്. 3ാം സ്ഥാനത്താണ് അവരുടെ ഒരു സ്ഥാനം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർക്കാണ് ഏറ്റവും സാധ്യതയുള്ളത്. എന്നാൽ അതിന് താഴെയാണ് ഗോകുലം കേരള FC നിൽക്കുന്നത്. 28 പോയിന്റാണ് ഗോകുലം കേരളയ്ക്കുള്ളത്. 6 പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ് 1ാമത് നിൽക്കുന്ന ടീമുകളുമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം 4 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം ഒരു ഡിഫറൻസ് തന്നെയാണ്. കാരണം ഗോകുലത്തിന് ഇനിയൊരു ചാമ്പ്യൻസ് ആകണമെങ്കിൽ ഈ പറഞ്ഞ ടീമുകളൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും ഗോകുലം കേരള FC തുടർച്ചയായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിക്കുകയും ചെയ്യണമെന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ആക്ച്വലി സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ ശരിയായിട്ടൊക്കെ വരണമെങ്കിൽ മാത്രമേ ഗോകുലത്തിൻ്റെ ഒരു സാധ്യത ഉള്ളൂ. ഒരു വിദൂര സാധ്യത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഓരോ ടീമുകളുടെയും ഒപ്പോണൻസ് ഒക്കെ ആരാണ് എന്ന് പറയുന്നത് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതും നിർണ്ണയിക്കും അടുത്ത മത്സരങ്ങളിൽ എത്ര പോയിന്റ്സ് കിട്ടുമെന്നുള്ളത്. അപ്പം ഈ 3 ടീമുകളുടെയും ഒപ്പോണൻസ് ആരാന്ന് നോക്കുമ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിന് ഡെംബോയായിട്ടാണ് ആദ്യം ഇനി മത്സരം വരുന്നത്. അതിനുശേഷം ശ്രീനിധിയായിട്ട് മത്സരമുണ്ട്, ഇന്റർകാഷിയായിട്ട് മത്സരമുണ്ട്, റിയൽ കാശ്മീരുമായിട്ട് മത്സരമുണ്ട്. അതായത് എല്ലാം ടഫായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ 2 അവയും 2 ഹോമുമാണ് വരുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ ചർച്ചിൽ സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇന്റർകാഷിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഇത്രയും ടഫ് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീനിധി ഷില്ലോങ്ങും അതിനുശേഷം ചർച്ചിൽ ബ്രദേഴ്സുമായിട്ട് അതൊരു ഡിസൈഡർ മാച്ച് ആകുമായിരിക്കും. ആൻഡ് രാജസവണേറ്റോടായിട്ടുള്ളൊരു മത്സരമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ താരതമ്യേന ചർച്ചിലിനെ വെച്ച് നോക്കുമ്പം ഇന്റർകാഷിക്ക് കുറച്ചും കൂടി ഈസിയാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. എന്നാൽ ഏറ്റവും ഇതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ വരുന്നത് റിയൽ കാശ്മീരിനാണ് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ കാശ്മീരിന് SC ബംഗളൂരു, ഡൽഹി FC, ഡെംബോ FC ആൻഡ് ചർച്ചിൽ ബ്രദേഴ്സ്. ഈ ചർച്ചിൽ ബ്രദേഴ്സ് മത്സരം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താഴെ നിൽക്കുന്ന ടീമുകളാണ്. പക്ഷേ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടീമുകളുടെ കാര്യത്തിൽ 2 ഹോം 2 അവേ എന്ന് പറയുന്ന ഫോമാറ്റിലായിരുന്നു മത്സരങ്ങൾ വരുന്നതെങ്കിൽ റിയൽ കാശ്മീരിന് ഇനിയുള്ള അടുപ്പിച്ച് 3 എവേ മത്സരങ്ങളാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ നടക്കാൻ പോകുന്ന ഒരു മത്സരമാണ് ഹോം മത്സരം എന്ന നിലയിൽ വരാൻ പോകുന്നത്. അപ്പം അത് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു മാച്ച് ഒരു ഡിസൈഡർ മാച്ച്, ഒരു ഫൈനൽ മാച്ച് പോലെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ടോപ്പ് 3-ലെത്തുന്ന ടീമുകൾക്ക് സൂപ്പർ കപ്പിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാമെന്ന് പറയുന്നൊരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ റെലഗേഷൻ ബാറ്റിൽ അവിടെ 3 ടീമുകളേ ഉള്ളൂ. SC ബംഗളൂരു, ഐസ്വാൾ FC ആൻഡ് ഡൽഹി FC. ഇതിൽ 3 ടീമുകൾ ഏതെങ്കിലും 2 ടീം തന്നെ റെലഗേറ്റ് ആകാനാണ് സാധ്യത. ബാക്കി ടീമുകളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നു. ശ്രീനിധിയൊക്കെ താഴെയായിരുന്നെങ്കിലും അവർക്ക് പിന്നീട് പോയിന്റ്സ് ഒക്കെ ഗെയിൻ ചെയ്യാൻ സാധിച്ചത് അതൊരു നല്ല കാര്യമായിട്ട് മാറി. അതുകൊണ്ട് അവർ ആ ബാറ്റിൽ നിന്ന് മാറി പറഞ്ഞ പോലെ ചാമ്പ്യൻഷിപ്പ് ഫൈറ്റിലില്ലെങ്കിലും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹൈ ലീഗ് എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ബാറ്റിൽ അല്ലെങ്കിൽ ISLലേക്ക് ആരെത്തും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പോയിന്റിൽ നമുക്ക് സംസാരിക്കേണ്ടതുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിഷൻ സൈനിങ് ഓഫ്.